എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു 5 ദിവസത്തിന് മുമ്പ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു. അതിൽ വ്യക്തമായിട്ടും വഞ്ചൂർ വാർഡിലെ കള്ളവോട്ടിനെക്കുറിച്ച് തെളിവ് സഹിതം ഞങ്ങൾ പ്രതിപാദിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് ആസൂത്രിതമായി പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണയോടുകൂടി കൃത്യമായിട്ടും നമ്മൾ സ്പെസിഫിക് ചെയ്ത കള്ളവോട്ടുകൾ തന്നെ ഇവിടെ നടത്താൻ ഇവർ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. CPMൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇവിടെ ഈ കാണിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട CPM ഏത് വിധേനയും ഏത് അധാർമികതയും കൂടി ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വഞ്ചൂർ വാർഡിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം, ID പ്രൂഫ് കാണിക്കുന്നില്ല, ID പ്രൂഫ് ചോദിക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാർ. അവർ പറയുന്നത് പേരും ഫോട്ടോയും ഒന്നാണെങ്കിൽ വോട്ട് ചെയ്തോളൂ എന്നാണ്. ഇവിടെ ചലഞ്ച് ചെയ്യാൻ BJP പ്രവർത്തകർ ചലഞ്ച് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ചലഞ്ചിങ് ഇല്ല എന്നാണ് ദാർഢ്യത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. അതോടൊപ്പം അതിന് കൂട്ടുനിൽക്കുന്നത് പോലീസുമാണ്. ഇല്ലാത്ത വീടുകളിലെ കള്ളവോട്ട് ഞങ്ങളന്ന് സൂചിപ്പിച്ചിരുന്നു. വിജിലൻസ് ADGPയുടെ ഭാര്യ വീട്ടിലെ 2 വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച 2 വോട്ടുകൾ ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഒന്ന്, ഇവിടുത്തെ സ്ഥാനാർത്ഥി LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ സഹായിയായിട്ടുള്ള ഒരാളിൻ്റെ മകൾ ഇവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ആ മകൾക്ക് കുന്നുകുഴിയിലും വോട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇന്നേജൻറ്റുമാരെ പോലും CPMൻ്റെ ഇന്നേജൻറ്റുമാർ പോലും ഈ ബൂത്തിലുള്ളവരല്ല, ഈ ബൂത്തിൽ വോട്ടുള്ളവരല്ല. അവൻ വെറും ഗുണ്ടായുസത്തോടു കൂടിയാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്. അത് ഭരണ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ ഇവിടുത്തെ കമ്മീഷൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സൂചിപ്പിച്ചിട്ട് പോലും ഒന്നും നാടകം കളിച്ച് പോകുന്നതല്ലാതെ CPMൻ്റെ ഈ കള്ളവോട്ട് തടയാൻ ഒരു നടപടിക്രമവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് BJP ശക്തമായി ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നേജൻറ്റുമാർ BJPയുടെ ഇന്നേജൻറ്റുമാർക്ക് ജനാധിപത്യപരമായിട്ട് ഇവിടെ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. BJPയുടെ ഇന്നേജൻറ്റുമാരെ തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസാണ്. തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസിൽ CPM പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറിയ വഴി കൂടെ മതിൽ ചാടി ഇപ്പുറത്ത് വന്ന് CPMൻ്റെ പ്രവർത്തകർ BJPയുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അരാജകത്വം നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ, വഞ്ചൂർ വാർഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ രണ്ടാം ഭാഗം, ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാം ഭാഗത്ത് റീപോളിംഗ് നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാർ ഇതിന് കുറ്റക്കാരാണ്, അതോടൊപ്പം തന്നെ പോലീസ് കുറ്റക്കാരാണ്. CPM എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, CPMൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത്. CPMൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇവിടെ ഇലക്ഷൻ നടത്താൻ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെ പെരുമാറുന്നത്. കാരണം ഞാൻ 2-3 പ്രാവശ്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. അപ്പോൾ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാരവും കാണുന്നില്ല. ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ BJP ശക്തമായി തന്നെ നേരിടും, അതിന് യാതൊരു സംശയവും വേണ്ട. ഇത് പഴയ കാലമല്ല, ഇത് പഴയ CPMൻ്റെ ഗുണ്ടായുസം കാണിക്കാനുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇത് BJP ശക്തമായി തന്നെ നേരിടും. നിയമപരമായിട്ടുള്ള ഏത് അറ്റം വരെയും പോകാനും ഈ റീപോളിംഗ് ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് നടത്താനും BJP ശക്തമായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീഡിയോഗ്രാഫി, ഇന്ന് കമ്മീഷണർ ഞാൻ വിളിച്ചപ്പോൾ കമ്മീഷണർ പറഞ്ഞു വീഡിയോഗ്രാഫി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോഗ്രാഫിക്ക് ബാറ്ററി പോയി എന്ന കാരണത്താൽ ഇപ്പോൾ മൊബൈലിലാണ് എടുക്കുന്നത്. എന്താണ് ഇതിന് ഉദ്ദേശം? മൊബൈൽ എടുത്തുകൊണ്ട് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്നാണോ? വീഡിയോഗ്രാഫി ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ വീഡിയോഗ്രാഫി പ്രവർത്തിച്ചു. അതിനുശേഷം ബാറ്ററി പോയി, ചാർജ് പോയി എന്നൊറ്റ കാരണത്തിൽ അവർ മൊബൈൽ എടുക്കുകയാണ്. ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഇത്രയും ഒരു ഉത്തരവാദിത്വമില്ലായ്മ പോലീസിൻ്റെയും ഇലക്ഷൻ ഓഫീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇതുവരെ കാണാത്ത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കാണിക്കുന്നത്. 2015 ഒരു വോട്ടിനാണ് ഇവിടെ ശ്രീ അശോക് കുമാർ പരാജയപ്പെട്ടത്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. എങ്ങനെയൊക്കെ ഏതൊക്കെ അധാർമികമായ രീതിയിൽ മുമ്പോട്ട് പോയാലും BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇത്തരം അധാർമികമായിട്ടുള്ള ഇത്തരം ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക്
CPM പോകുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും പോലീസുമാണ്. ഞങ്ങൾ നിയമപരമായി പോകാൻ തയ്യാറാണ്. വീഡിയോഗ്രാഫി ചെയ്യാൻ ഞങ്ങൾ പണം അടച്ചിട്ടുണ്ട്. രണ്ടാം ബൂത്തിലാണ് വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് നടന്നിട്ടുള്ളത്. പരാതി കൊടുത്തു. ചീഫ് ഇലക്ഷൻ ഏജന്റ് അവരെ BJP പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് LDF പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ആരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ വനിതാ പ്രവർത്തകരെ, BJPയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശോഭലതയെയും മറ്റ് വനിതാ പ്രവർത്തകരെയും ഇത് തടയാൻ ശ്രമിച്ചതിന് പേര് ഈ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. വനിതകളെ ആക്രമിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ BJPയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശോഭലതയും കൂട്ടരെയും അതാണ് ചെയ്തിട്ടുള്ളത്. അല്ല തിരിച്ച് അത് പറയുകയാണ്, യാതൊരു സത്യവും അതിനകത്തില്ല. പരാതി കൊടുത്തു. വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കോപ്പിയുടെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളത് നേരത്തെ തന്നെ പരാതി കൊടുത്തു. നിയമപരമായി ആണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP തയ്യാറല്ല. പക്ഷേ ഇതിനെ നേരിടുന്നത് നിയമപരമായി തന്നെ നമ്മൾ നേരിടും. ഇത് യാതൊറ്റം വരെ നമ്മൾ പോകുമെന്ന് നോക്കട്ടെ. അവരെ എതിർത്തപ്പോഴാണ് ഈ വിഷയം. അവരെ എതിർക്കുമ്പോൾ ന്യായമായിട്ടുള്ള എതിർപ്പ് വരുന്ന സമയത്ത് ന്യായമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അങ്ങനെ അധിക്ഷേപിക്കാൻ അത്ര മടയരൊന്നുമല്ല BJP പ്രവർത്തകരുന്നുണ്ട്. അവർ പോലീസ് പരാതി നൽകണമെങ്കിൽ അത് CPM അതിന് പ്രേരിപ്പിച്ചേക്കാം. അതും ഭീഷണിപ്പെടുത്തി പരാതി കൊടുക്കുന്നതായിരിക്കാം. അതേ BJPക്ക് പറയാനുള്ളൂ. അങ്ങനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ ആരെയും എതിർക്കാനോ ഒന്നുമല്ല. ഇത് ജനാധിപത്യപരമായ ന്യായമായ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് BJP. ഇത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഞങ്ങൾ 5-6 ദിവസത്തിന് മുമ്പ് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞ കാര്യമാണ്. ഓരോ തെളിവെടുത്ത് ഞങ്ങൾക്ക് കൈ തന്നതാണ്. 250-200 എന്തായാലും ഒരു 100 കൂടുതൽ വോട്ടുകൾ കള്ളവോട്ട് 100ഓളം കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഇല്ലാത്ത അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വിജിലൻസ് IDGPയുടെ ഭാര്യയുടെ വീട്ടിൽ ആ വീട്ടിലെ വോട്ടുകൾ കള്ളവോട്ട് നമ്മൾ അന്ന് സൂചിപ്പിച്ചിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. പത്മനാഭൻ തമ്പി അല്ലേ, പത്മനാഭൻ തമ്പിയുടെ വീട്ടിലെ കള്ളവോട്ടുകളും ചെയ്തിട്ടുണ്ട്. ഇതടക്കമുള്ള വ്യാപകമായ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി എതിർത്തിട്ട് പോലും അവരത് തയ്യാറായില്ല. പോലീസ് കൂട്ടു നിൽക്കുന്നു. വ്യാജ ID ചോദിക്കുന്നില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചതാ. ഇപ്പോൾ കുന്നുകുഴിയിൽ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ സഹായിയായിട്ടുള്ള ഒരാൾ, ഞാൻ പേരിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അയാളുടെ മകൾ വോട്ട് ചെയ്തു. അതേ മകൾ കുന്നുകുഴിയിൽ വോട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തെളിയിക്കും. ഇത് ഞങ്ങൾ സൂചിപ്പിച്ച ഈ രീതിയിൽ പൊതുസമൂഹത്തോട് അറിയിച്ചിട്ട് പോലും അതിനെ വീണ്ടും അഹങ്കാരത്തോടും ദാർഢ്യത്തോടും CPM പെരുമാറുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വിഷമം അതല്ല, ഏറ്റവും പ്രതിഷേധം അതല്ല. പക്ഷേ ഇതിന് കൂട്ടുനിൽക്കുന്നത് ഈ ഇലക്ഷൻ ഓഫീസർമാരും ഈ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ പാവയെ പോലെയാണ് പോലീസ് നിൽക്കുന്നത്. പാവയെ പോലെ ഇരട്ട വോട്ട് ചെയ്യാൻ ഇവിടെ വോട്ടില്ലാത്ത ആൾക്കാർ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു. അതുപോലെ പ്രിസൈഡിംഗ് ഓഫീസർ ചലഞ്ച് ചെയ്യാൻ, ഒരു വോട്ട് ചലഞ്ച് ചെയ്യുക എന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ്. ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ കള്ളവോട്ട് ആരോപണം എങ്ങനെയാണ്? കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്നത് വ്യാജ ID ഉപയോഗിച്ചു എന്നാണോ, അല്ലെങ്കിൽ അതെ, പലരും ഞങ്ങൾ അന്ന് സൂചിപ്പിച്ചല്ലോ, പലർക്കും പല വാർഡുകളിലും പല ബൂത്തുകളിലും വോട്ടുള്ളവരാണ്. അവരവിടെയും ചെയ്യുന്നു ഇവിടെയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തമായി ഞങ്ങൾക്ക് തെളിവ്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വ്യക്തമായി തെളിവ് സഹിതം നമ്മൾ ഹാജരാക്കി നിങ്ങളും അറിയിക്കാം. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞ വ്യക്തി ഇവിടെയും വോട്ട് ചെയ്തിട്ടുണ്ട്, കുന്നൂഴി വാർഡിലും വോട്ട് ചെയ്തിട്ടുണ്ട്. വ്യക്തമായി ഞങ്ങളത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിക്കുന്നുണ്ട് നിങ്ങളെ. ഇപ്പോൾ ഇത് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്.
അതിനുവേണ്ടിയാണ് ഈ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്. പോളിംഗ് സ്റ്റേഷന് 100 മീറ്ററിൽ വേണം നമുക്ക് പാർട്ടി ഓഫീസ്. ഇത് പാർട്ടി ഓഫീസ് നിങ്ങൾ നോക്കി നോക്ക്. ഈ പോളിംഗ് സ്റ്റേഷനിൽ എത്ര സമയം പാർട്ടി അവിടെ പാർട്ടിക്കാർ നിറഞ്ഞിരിക്കുകയല്ലേ 100 മീറ്ററിന് അപ്പുറമാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരും CPM എല്ലാം കൂടെ ആസൂത്രിതമായി വഞ്ചൂരുപാടിൽ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം നിങ്ങൾ മുമ്പ് വരും ഈ വോട്ട് ചെയ്തടക്കം. എന്തായാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്നു. റീപോളിംഗ് വേണമെന്ന് BJP ശക്തമായി ആവശ്യപ്പെടുകയാണ്.